ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേ ടെക് അക്കാഡമീസിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ടൈം ആൻഡ് വർക്ക് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള തേർഡ് വീഡിയോ ആണ് ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ടൈം ആൻഡ് വർക്ക് എന്ന ഭാഗത്തു നിന്നുള്ള എഫിഷ്യൻസി ബേസ് ചെയ്തിട്ടുള്ള ബേസിക് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള SSC പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫോർമുല ഒന്നും ഉപയോഗിക്കാതെ ലോജിക് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം എന്നാണ് ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇനി മത്സര പരീക്ഷകളിൽ നിങ്ങൾക്ക് പോയി ഫോർമുല ഉപയോഗിച്ച് സമയം കളയേണ്ടതില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുന്നേ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങളിലേക്ക് റെഗുലറായിട്ട് എത്താനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. A and B can do a job together in 12 days. എയും ബിയും കൂടെ ചേർന്ന് ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യനിൽ ആദ്യം പറയുന്നത്. നമ്മൾ സെക്കൻഡ് വീഡിയോയിൽ നോക്കിയതുപോലെ എന്ത് ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തോട്ടത്തിൽ കുറച്ച് മരങ്ങൾ ഉണ്ട് എന്ന് കരുതിക്കൊള്ളൂ. അവിടുത്തെ ഉടമസ്ഥൻ എയും ബിയെയും ആ മരങ്ങൾ വെട്ടാനായിട്ട് ഏൽപ്പിക്കുകയാണ്. എയും ബിയും കൂടെ ഒരുമിച്ച് എത്ര മരമുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തണം. അതിന് മുന്നേ ആയിട്ട് എയും ബിയും കൂടെ ഒരുമിച്ച് അത്രയും മരങ്ങൾ വെട്ടാൻ 12 ദിവസം എടുക്കും എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാം. സെക്കൻഡ് വീഡിയോയിൽ പറയുന്നത് പോലെ ഈ വീഡിയോയിലുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ മരം വെട്ടുകാരുടെ കഥ വെച്ചിട്ടാണ് ഇവിടെയും പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എയും ബിയും കൂടെ ചേർന്ന് ആ തോട്ടത്തിലെ മരങ്ങൾ മുഴുവൻ വെട്ടാനായിട്ട് 12 ദിവസം എടുത്തു എന്ന് കരുതിക്കൊള്ളൂ. എ ഈസ് 2 times as efficient as ബി. ഇനി അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും എഫിഷ്യൻസി നോക്കുമ്പോഴത്തേക്കും എക്ക് ബിയെക്കാളും 2 മടങ്ങ് എഫിഷ്യൻസി കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതിനർത്ഥം ഇവർ തുല്യ സമയം ജോലി ചെയ്യുമ്പോൾ ബി ഒരു ജോലി ചെയ്താൽ എ 2 ജോലി ചെയ്യും. ബി ഒരു മരം മുറിച്ചാൽ എ 2 മരം മുറിക്കും. പക്ഷെ തുല്യ സമയമായിരിക്കണം. ഓക്കെ, 1 മണിക്കൂറാണ് എയും ബിയും കൂടെ ജോലി ചെയ്യുന്നെങ്കിൽ അവിടെ എ 2 മരം മുറിച്ചാൽ ബി 1 മുറിക്കത്തുള്ളൂ. ഇനി ഒരു ദിവസമാണ് എയും ബിയും കൂടെ ജോലി ചെയ്യുന്നെങ്കിൽ അവിടെ എ 2 മരം മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ബി 1 ആയിരിക്കും ചെയ്യുന്നത്. ഇനി ഒരു മാസമാണെങ്കിലും അവരുടെ ജോലിയുടെ റേഷ്യോ ഇത് തന്നെയായിരിക്കും. ഒരു വർഷമാണെങ്കിലും ജോലിയുടെ റേഷ്യോ ഇത് തന്നെയായിരിക്കും. റേഷ്യോയാണ് ചെയ്യുന്ന ജോലിയുടെ പകുതി. എ ചെയ്യുന്ന ജോലിയുടെ പകുതി ബി ചെയ്യുമെന്നാണ്. അത് 2:1 റേഷ്യോയിലുള്ള എന്തും എടുക്കാം. ഇപ്പൊ 20 എടുത്തു കഴിഞ്ഞാൽ ബി 10 ആയിരിക്കും. എ 200 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബി 100 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ തുല്യ സമയത്തായിരിക്കണം ജോലി ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ ബി എലോൺ കംപ്ലീറ്റ് ദ വർക്ക്. എങ്കിൽ ഈ ജോലി ബിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ എത്ര ഡേ ആകും എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഡേയെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എഫിഷ്യൻസി 1 ഡേയിലുള്ള ഇവരുടെ കഴിവായിട്ട് മാറ്റാം. അതിനു മുന്നേ ക്വസ്റ്റ്യനിൽ പറയുന്നത് എടുത്തെഴുതാം. എയും ബിയും കൂടി ചേർന്ന് ഈ ജോലി, അതായത് മരങ്ങൾ, തോട്ടത്തിലെ മരങ്ങൾ 12 ദിവസം കൊണ്ട് വെട്ടി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി തന്നിട്ടുള്ള എന്താ? എയുടെയും ബിയുടെയും എഫിഷ്യൻസി ആണ്. അത് നമുക്ക് എടുത്തെഴുതാം. ഡേയ്സ് 12 ആണ്. ഇനി നമുക്ക് എയുടെയും ബിയുടെയും എഫിഷ്യൻസി 2:1 എന്നാണ് പറയുന്നത്. അപ്പോൾ ഡേയെ കുറിച്ചിട്ടുള്ളതായതുകൊണ്ട് 1 ഡേയിൽ അവരുടെ വർക്കും ഇതേ 2:1 ആയിരിക്കുമല്ലോ. ഒരു ദിവസം എ 2 മരം വെട്ടണമെന്നുണ്ടെങ്കിൽ ബി 1 മരമായിരിക്കും വെട്ടുന്നത്. അങ്ങനെ മാറ്റാം. എങ്കിൽ ബി ഒറ്റയ്ക്ക് എത്ര ദിവസത്തിൽ ഇത്രയും മരങ്ങൾ വെട്ടി തീർക്കും എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ആദ്യം എത്ര മരങ്ങളുണ്ട് എന്ന് കണ്ടെത്തണം. അതിലേക്കായി എ ഒരു ദിവസം 2 മരവും ബി ഒരു ദിവസം 1 മരവും വെട്ടുമെന്ന് അവരുടെ എഫിഷ്യൻസിയിൽ നമുക്ക് എടുക്കാമല്ലോ. എങ്കിൽ എയും ബിയും കൂടെ ചേർന്നാൽ ഒരു ദിവസം എത്ര മരമായിരിക്കും വെട്ടുന്നത്? 2 + 1 3 അല്ലേ? എങ്കിൽ 3 മരം വെച്ചിട്ട് അവർ 12 ദിവസം കൊണ്ട് അവർക്ക് തീർക്കാനുള്ള വർക്ക് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. എങ്കിൽ നോക്കാം. 3 മരം വെച്ചിട്ട് 12 ദിവസം ആകുമ്പോഴത്തേക്ക് അവർ എത്ര മരം വെട്ടും? 12 × 3 36 അല്ലേ? 12 × 3 36. അപ്പൊ ഈ 36 ആണ് ടോട്ടല് വർക്ക്. ടോട്ടൽ മരങ്ങളുടെ എണ്ണം 36 എന്ന് എടുക്കാം. എങ്കിൽ ബി ഒരു ദിവസം 1 മരമായിരിക്കും വെട്ടുന്നത്. അവരുടെ എഫിഷ്യൻസിയിൽ പറയുന്നു ഒരു ദിവസം എ 2 ചെയ്താൽ ബി 1 ആയിരിക്കും. എങ്കിൽ നമ്മൾ പറഞ്ഞതനുസരിച്ച് ബി ഒരു ദിവസം 1 മരമായിരിക്കും വെട്ടുന്നത്. എങ്കിൽ ഈ 36 മരവും വെട്ടാൻ ബിക്ക് 36 ÷ 1
36. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടെ നോക്കിയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബി 36 ഡേയിലാണ് ചെയ്തതെന്ന് നമ്മളിതാ കണ്ടെത്തിയേ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്നും എ എത്ര ദിവസമാണ് ചെയ്തതെന്ന് നമുക്ക് കണ്ടെത്താമല്ലോ. മൊത്തം 36 മരങ്ങൾ. എ ഒരു ദിവസം 2 മരം വെച്ച് വെട്ടുമെങ്കിൽ 36 മരം വെട്ടാൻ 2 36 ആവാൻ 2 × 18 ആണ്. അപ്പോ എ 18 ഡേയ്സിലായിരിക്കും ഈ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവരുടെ ഡേയ്സിന്റെ റേഷ്യോ നോക്കി. ഓക്കെ, 18ഉം 36ഉം ആണ്. 18നെയും 36നെയും വെട്ടിയാൽ, ഒറ്റ വെട്ടിന് വെട്ടാണെന്നുണ്ടെങ്കിൽ 18 വെച്ച് വെട്ടാൻ പറ്റും. 18 വെച്ച് വെട്ടിയാൽ ഇവിടെ 1, ഇവിടെ 2. എയുടെയും ബിയുടെയും റേഷ്യോ 1:2 എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. നോക്കിയേ, ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ നോക്കൂ, 2:1. ഓക്കെ, ഇവർ ചെയ്ത് തീർത്ത ദിവസങ്ങളുടെ റേഷ്യോ നോക്കൂ, 1:2. എഫിഷ്യൻസിയെ നേരെ തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ ചെയ്ത ദിവസങ്ങളുടെ റേഷ്യോ ആയില്ലേ? ഓക്കെ, ഇത് 2 പേർ മാത്രമാണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അവരുടെ എഫിഷ്യൻസി തരികയാണ് എന്നുണ്ടെങ്കിൽ, ചെയ്ത ദിവസങ്ങളുടെ റേഷ്യോ നമുക്ക് കണ്ടെത്താണെന്നുണ്ടെങ്കിൽ അവരുടെ എഫിഷ്യൻസിയെ തിരിച്ച് റിവേഴ്സ് ആക്കി ഇട്ടാൽ മതിയാകും. ഓക്കെ, 2ൽ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ പറ്റില്ല. ഇതിനെ ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയും. ആക്ച്വലി അവരുടെ എഫിഷ്യൻസിയുടെ റെസിപ്രോക്കലിന്റെ റേഷ്യോ ആണിത്. ഓക്കെ, റെസിപ്രോക്കലിന്റെ റേഷ്യോ കണ്ടെത്താനായിട്ട് ഇതിന്റെ LCM, 2ന്റെ 1ന്റെ LCM എത്രയാ? 2 ആണ്. ഈ 2 കൊണ്ട് കോമൺ ആയിട്ട് ഇൻറ്റു ചെയ്ത് കൊടുത്തോളൂ. ഇവിടെയും കൊടുക്കുമ്പോഴത്തേക്കും 2ഉം 2ഉം വെച്ചിട്ട് വെട്ടിപ്പോവും. ഇവിടെ 1 വരും. ഓക്കെ, ഇവിടെ 2 വരും. 1:2. ഓക്കെ, റെസിപ്രോക്കലിന്റെ റേഷ്യോ ആണ്. പക്ഷേ 2 നമ്പേഴ്സ് മാത്രമുണ്ട് എങ്കിൽ റെസിപ്രോക്കലിന്റെ റേഷ്യോ, ഇൻവേഴ്സ് റേഷ്യോ, അത് തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ മതിയാകും. 3 വരുമ്പോൾ, 3 നമ്പേഴ്സ് വരുമ്പോൾ അങ്ങനെയല്ല. എയും ബിയും സിയും തന്നിട്ട് അതിന്റെ റേഷ്യോ, എഫിഷ്യൻസിയുടെ റേഷ്യോ തന്നിട്ട് ഡേയ്സിന്റെ ഇതിലോട്ട് പോകുമ്പോഴത്തേക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നോക്കാം. ഒന്നുമില്ല, സിമ്പിളായി തന്നെ നോക്കാം. ഓക്കെ, ഇപ്പൊ 2 പേര് മാത്രമുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്രയും കരുതിയാൽ മതി. എഫിഷ്യൻസി തരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡേയ്സിന്റെ റേഷ്യോ നമുക്ക് എടുക്കാനായിട്ട് എളുപ്പത്തിന് അതിനെ തലതിരിച്ചിട്ടാൽ മതിയാകും. ഇപ്പൊ 2:1 ആണെന്നുണ്ടെങ്കിൽ ഡേയ്സിന്റെ 1:2 ആണ് എന്ന് ഓർത്ത് വെച്ചോളണേ. അപ്പോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സുഹൃത്തുക്കളെ. എ ഈസ് ത്രൈസ് ആസ് ഗുഡ് ആസ് വർക്ക്മാൻ ആസ് ബി. ഇവിടെ ആദ്യം തന്നെ പറയുന്നത് എ ബിയെക്കാളും 3 മടങ്ങ് ജോലി കൂടുതൽ ചെയ്യാൻ ശേഷിയുള്ള പണിക്കാരനാണ് എന്നാണ്. എയും ബിയും തമ്മിൽ ഒരുമിച്ച് ഒരേ സമയത്ത് ജോലി ചെയ്യുമ്പോൾ എ ബി ചെയ്യുന്നതിനേക്കാളും 3 മടങ്ങ് കൂടുതൽ ജോലി ചെയ്യും. ഓക്കെ, ഇനി എന്താ പറയുന്നത്? Therefore A is able to finish a piece of work in 40 days less than B. അതുകൊണ്ട് എയും ബിയും കൂടി ഒരു ജോലിയിൽ ഏർപ്പെട്ടാൽ, അത് നമ്മൾ പറയുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു തോട്ടത്തിലെ മരങ്ങൾ വെട്ടാൻ അവരെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിക്ക് ആ മരങ്ങൾ വെട്ടാൻ എടുക്കുന്ന സമയത്തിനേക്കാളും 40 ദിവസം കുറവ് മതിയാവും എക്ക് ആ പണി തീക്കാൻ. ഓക്കെ, എയും ബിയും കൂടെയാണ് ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എങ്കിൽ ഇനി എന്താ പറയുന്നത്? ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ ദേ ഫിനിഷ് ദ വർക്ക് ടുഗദർ. എങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് ആ ജോലി എത്ര ദിവസത്തിൽ പണി പൂർത്തിയാക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോ നമുക്ക് ചോദ്യത്തിൽ നിന്നും ആദ്യം പറയുന്നത് എന്താണ്? എയുടെയും ബിയുടെയും എഫിഷ്യൻസി ആണ്. എ ഈസ് ത്രൈസ് ഗുഡ് ആസ് വർക്ക്മാൻ ആസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എഫിഷ്യൻസിയാണ് പറയുന്നത്. എ ബിയെക്കാളും 3 മടങ്ങ് അധികം ജോലി ചെയ്യുന്ന ഒരു പണിക്കാരനാണ്. എപ്പോ? തുല്യ സമയത്ത് അവർ ജോലി ചെയ്യുമ്പോൾ, അതാണ് എഫിഷ്യൻസി. അത് 1 അവറിലാണെങ്കിലും, അത് 1 ഡേയിലാണെങ്കിലും, 1 ഇയറിലാണെങ്കിലും അവർ ഒരേ സമയത്ത് എ 1 ഇയർ ജോലി ചെയ്യുമ്പോഴത്തേക്കും ബിയും അതേ 1 ഇയർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ബി ചെയ്യുന്നതിന്റെ 3 മടങ്ങ് എ കൂടുതൽ ചെയ്യും. അത് 1 മന്തിലാണെങ്കിലും ശരി തന്നെ, 1 ഡേയിലാണെങ്കിലും ശരി തന്നെ. അവരുടെ ജോലി ചെയ്യാനുള്ള കഴിവിന്റെ റേഷ്യോ ആണ് 3:1. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇത് ഡേയ്സിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 1 ഡേയിലും ഈ രീതിയിലായിരിക്കില്ലേ അവർ ജോലി ചെയ്യുന്നത്. എങ്കിൽ നമുക്ക് നോക്കാം. 1 ഡേയിൽ അവരുടെ എഫിഷ്യൻസി 3:1. ഓക്കെ, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു 2 പേരുടെ ജോലിയുടെ എഫിഷ്യൻസി തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ആ ജോലി ചെയ്ത് തീർക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫിഷ്യൻസിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ എഫിഷ്യൻസി തലതിരിച്ചിട്ടാലായിരിക്കും
അതിന്റെ റേഷ്യോ നമുക്ക് കിട്ടുന്നത്. അതാ നോക്കാം, 3:1 ആണെന്നുണ്ടെങ്കിൽ അവർ ആ പണി പൂർത്തിയാക്കുന്നതിന്റെ റേഷ്യോ 1:3 ആണ്. ഇത് അവർ ആ ജോലി ചെയ്ത് പൂർത്തിയാക്കുന്ന ദിവസത്തിന്റെ റേഷ്യോ ആണ്. ഇതിൽ നിന്നും നമുക്ക് ആ ഡേയ്സ് കണ്ടെത്തിക്കൂടെ? എങ്ങനെ? ഇതാ റേഷ്യോ നോക്കൂ, A1 B3 പണി പൂർത്തിയാക്കാൻ. അതായത് എക്ക് ബിയെക്കാളും ഇതാ 2 കുറവാണ് ഇവിടെ, അല്ലേ സുഹൃത്തുക്കളെ? റേഷ്യോയില് യഥാർത്ഥ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ബിയെക്കാളും 40 ദിവസം കുറവ് ദിവസത്തിൽ ആ ജോലി ചെയ്ത് തീർക്കുമെന്ന്. അപ്പൊ റേഷ്യോ 2 കുറവും ഒറിജിനൽ ഡേയ്സിന്റെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40 കുറവ്. ഓക്കെ, എങ്കിൽ ഈ 2 ആയിരിക്കില്ലേ ഈ 40? ഓക്കെ, ഈ 40 ഈ 2 എന്നുള്ള റേഷ്യോ എങ്കിൽ 1 എത്രയായിരിക്കും? വെട്ടുകയാണെന്നുണ്ടെങ്കിൽ 20 ആയിരിക്കത്തില്ലേ? 1 20 ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഈ 1ഉം 3യും കണ്ടെത്തിക്കൂടെ? 1 20 നമുക്കിവിടെ മാറ്റാം. എങ്കിൽ ഈ 1 20 ആയിരിക്കും. എങ്കിൽ 3 എത്രയായിരിക്കും? 20 × 3 60. നമുക്ക് ഡേയ്സ് കിട്ടി. ഈ 3യും മാറ്റാം. 60. അപ്പൊ നോക്കിക്കോ, നമ്മൾ റേഷ്യോയിൽ നിന്നും അവർ ചെയ്ത് തീർത്ത ദിവസങ്ങൾ കണ്ടെത്തി. A 20ഉം B 60ഉമാണ്. നോക്കിക്കോളൂ, 60ഉം 20ഉം. 60നേക്കാളും 40 ദിവസം കുറച്ചാണ് A ജോലി ചെയ്തിട്ടുള്ളത് 20 ദിവസത്തിൽ. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് എയും ബിയും കൂടെ ഒരുമിച്ച് ഈ ജോലി ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തിൽ ഈ പണി പൂർത്തിയാക്കുമെന്ന് കണ്ടെത്തിക്കൂടെ? നോക്കാം. എയും ബിയും കൂടി ഒരുമിച്ച് ഈ ജോലി ചെയ്താൽ, എയും ബിയും കൂടെ ഒരു ദിവസം ജോലി ചെയ്യുമ്പോൾ എ ഒരു ദിവസം 3 മരമാണെന്ന് കരുതിക്കൊള്ളൂ. 3 മരവും ബി ഒരു ദിവസം 1 മരവുമാണ് വെട്ടുന്നത്. എങ്കിൽ എയും ബിയും കൂടെ ചേർന്നാൽ 3 + 1 4 ആയിരിക്കും. 4 മരങ്ങളാണ്. അങ്ങനെ അവർ എത്ര ദിവസത്തിൽ ഈ പണി പൂർത്തിയാക്കും എന്നറിയാനായിട്ട് നമുക്ക് ടോട്ടൽ അവിടെ എത്ര വർക്ക് ഉണ്ട് എന്നറിയണം, അല്ലേ? ടോട്ടൽ എത്ര മരങ്ങൾ ഉണ്ട് എന്ന് അറിയണം. അതിന് നമ്മൾ ചെയ്യുന്നത് എന്താ? കഴിഞ്ഞ വീഡിയോസിലെല്ലാം നോക്കിയതുപോലെ അവരുടെ ഡേയ്സിന്റെ കണക്ക് കിട്ടിയാൽ ആ ഡേയ്സിന്റെ നമ്പേഴ്സിന്റെ LCM എടുത്ത് അത് ടോട്ടൽ വർക്കായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഡേയ്സ് ഏതൊക്കെയാ? A 20ഉം B 60ഉം. ഓക്കെ, ഇതിന്റെ LCM എടുക്കാനായിട്ട് ഒന്നുകിൽ സാധാരണ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ എളുപ്പത്തിനായിട്ട് കൂട്ടത്തിൽ വലിയ നമ്പർ 60 ആണ്. 60യുടെ ഏത് മൾട്ടിപ്പിളിൽ ചെറിയ നമ്പറും പോകുമെന്ന് നോക്കിയാൽ മതി. 60യുടെ ഫസ്റ്റ് മൾട്ടിപ്പിൾ 60 × 1 60. അതിൽ 20 പോകും. 20 × 3 ആണ് 60. അപ്പോ അത് തന്നെയാണ് LCM. അതിനെ നമുക്ക് ടോട്ടൽ വർക്ക്, നമ്മൾ പറയുന്ന രീതിയിലാണെങ്കിൽ ആ മരങ്ങളുടെ എണ്ണമായിട്ട് എടുക്കാം. ഓക്കെ, 60 മരമുണ്ട് സുഹൃത്തുക്കളെ. ഈ 60 മരം വെട്ടാനായിട്ട് എക്കും ബിക്കും എത്ര ദിവസം എടുക്കുമെന്ന് ചോദിച്ചാൽ നമ്മളിതാ ഇവിടെ കണ്ടെത്തി. എയും ബിയും കൂടെ ഒരു ദിവസം 4 മരമാണ് വെട്ടുന്നത്. ഓക്കെ, എങ്കിൽ ഈ 60 മരം വെട്ടാൻ എക്കും ബിക്കും കൂടെ 60 / 4 15. ഓക്കെ, സിമ്പിൾ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, എ ക്യാൻ ഡു എ വർക്ക് ഇൻ 9 days. If B is 50% more efficient than A, then in how many days can B do the same work? ഓക്കെ, എയും ബിയുമാണ് ഇവിടെ ജോലി ചെയ്യുന്നത്, അല്ലേ? ഇവിടെ ആദ്യം പറയുന്നത് എക്ക് ഒരു ജോലി പൂർത്തിയാക്കാനായിട്ട് 9 days ആകും എന്നാണ്. ഇനി ഇവിടെ എന്താ പറയുന്നത്? B is 50% more efficient than A. അടുത്ത അവരുടെ എഫിഷ്യൻസിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബി എക്കാളും 50% കൂടുതൽ എഫിഷ്യന്റ് ആണ് എന്ന് വെച്ചാൽ എ 100 ആണ് എന്നുണ്ടെങ്കിൽ ബി 100ന്റെ 50% കൂടുതൽ എത്ര? 100ന്റെ 50% എത്ര? 50 തന്നെയാണല്ലേ? എങ്കിൽ 50% കൂടുതലാണെന്ന് പറഞ്ഞാൽ 100ൽ നിന്നും 50 കൂടുതലായിരിക്കും. ബിക്ക് 150% ആയിരിക്കും ബിക്ക് ജോലി ചെയ്യാനുള്ള ബിയുടെ കഴിവ്. ഓക്കെ, എ 100% ആണെങ്കിൽ അതിൽ നിന്ന് 50 കൂടുതൽ 150. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ ബി ഡു ദ സെയിം വർക്ക്? എങ്കിൽ എത്ര ദിവസത്തിൽ ബി ഈ ജോലി ചെയ്ത് പൂർത്തിയാക്കും എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഇതിൽ നിന്നും കണ്ടെത്തിക്കൂടെ? എയുടെയും ബിയുടെയും ജോലി ചെയ്യാനുള്ള എഫിഷ്യൻസി തുല്യ സമയത്ത് അവർ ജോലി ചെയ്യുമ്പോഴത്തേക്കും എ 100 ആണ് എന്നുണ്ടെങ്കിൽ ബിക്ക് അതിൽ നിന്നും 50% കൂടുതൽ 150% ആകും എന്നാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിന് ഇതിന്റെ ഏറ്റവും ചെറിയ റേഷ്യോ കണ്ടെത്താം. ഓക്കെ, 100ന്റെയും 150ന്റെയും ഏറ്റവും ചെറിയ റേഷ്യോ 10 വെച്ച് വിട്ടാണെന്നുണ്ടെങ്കിൽ 0 കട്ടാവും. 10:15. ഇപ്പോഴും മാറ്റമൊന്നുമില്ല. 10ന്റെ എത്ര? 150% നോക്കിക്കഴിഞ്ഞാൽ 15 തന്നെ. ഇനി ഇതിനെ കോമൺ ആയിട്ട് ഏത് നമ്പറിൽ വെട്ടാൻ വേണ്ടി പറ്റും? 5.
5 കൊണ്ട് വെട്ടുമ്പോഴത്തേക്കും 10, 2 പ്രാവശ്യവും 15, 3, 2:3. ഇനി ഇതിനെ ചുരുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള റേഷ്യോ. 2ന്റെ 150% തന്നെയാണ് 3. ഓക്കെ, അപ്പോ നമ്മൾക്ക് അവരുടെ എഫിഷ്യൻസിയുടെ ഏറ്റവും ചെറിയ റേഷ്യോ നമ്മൾ കണ്ടെത്തി. ഇത് തന്നെ ആയിരിക്കും അവർ 1 ഡേ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള അവരുടെ റേഷ്യോ. ഇത് ഡേയ്സിനെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് 1 ഡേയിലുള്ള അവരുടെ വർക്ക് 2:3. നമ്മൾ പറയുന്നത് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ തോട്ടമാണ്, കുറച്ച് മരങ്ങൾ അവർ വെട്ടുകയാണ്. ഇപ്രാവശ്യം തോട്ടത്തിലെ മരങ്ങൾ മുഴുവൻ വെട്ടാനായിട്ട് എക്ക് 9 ഡേയ്സ് എടുക്കും എന്നാണ് പറയുന്നത്. എ 1 ദിവസം ആ മരം വെട്ടാനുള്ള എയുടെയും ബിയുടെയും കഴിവ് അവരുടെ എഫിഷ്യൻസിയിൽ നിന്നും എ 2 മരമാണെങ്കിൽ ബി 3 മരമായിരിക്കും എന്ന് നമ്മൾ കണ്ടെത്തി. എങ്കിൽ ടോട്ടൽ എത്ര മരം ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്തിക്കൂടെ ഇതിൽ നിന്നും? നോക്കിയേ, എ 1 ദിവസം 2 മരം വെട്ടുന്നു. അങ്ങനെ എക്ക് 9 ദിവസം ചെയ്യാൻ ഉള്ള ജോലി ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ 2 മരം വെച്ചിട്ട് 9 ദിവസം ചെയ്യുമ്പോഴത്തേക്ക് എ എത്ര മരമായിരിക്കും വെട്ടുന്നത്? 9 × 2 18 ആയിരിക്കില്ലേ സുഹൃത്തുക്കളെ? അപ്പോ ടോട്ടൽ അവിടുത്തെ വർക്ക് 18 ആയിരിക്കില്ലേ? അല്ലേ? നമ്മൾ പറയുന്ന വെച്ചാണെങ്കിൽ ടോട്ടൽ 18 മരങ്ങളുണ്ട് എന്നെടുക്കാം. എങ്കിൽ ഈ 18 മരം വെട്ടാൻ ബിക്ക് എത്ര ദിവസം ആവും എന്ന് ചോദിച്ചാൽ ബി 1 ദിവസം വെട്ടുന്നത് 3 മരം. അങ്ങനെ 18 മരം വെട്ടാൻ 18/3 6. ബി 6 ഡേയ്സില് ഈ 18 മരം ഫിനിഷ് ചെയ്യും എന്നാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജ്യോതി ക്യാൻ ഡു 3/4 ഓഫ് എ ജോബ് ഇൻ 12 hours. ജ്യോതി ഒരു ജോലിയുടെ 3/4 ഭാഗം ചെയ്യാനായിട്ട് 12 മണിക്കൂർ ആകും എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. മാല ഈസ് ട്വൈസ് ആസ് എഫിഷ്യന്റ് ആസ് ജ്യോതി. മാല ജ്യോതിയെക്കാളും ട്വൈസ് എഫിഷ്യന്റ് ആണ്. അടുത്ത എഫിഷ്യൻസിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവരുടെ ഒരു ജോലി തുല്യ സമയത്തിൽ അവർ ചെയ്യുമ്പോൾ മാല ജ്യോതിയെക്കാളും ട്വൈസ് എഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞാൽ മാലയ്ക്ക് ജ്യോതിയെക്കാളും 2 ഇരട്ടി പണി കൂടുതൽ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ്. ഓക്കെ, ഇൻ ഹൗ മെനി അവേഴ്സ് വിൽ മാല ഫിനിഷ് ദ ജോബ്? എങ്കിൽ ആ ജോലി മാലയ്ക്ക് പൂർത്തിയാക്കാൻ എത്ര അവേഴ്സ് വേണമെന്നാണ്. ഇവിടെ ഡേയ്സ് അല്ല ചോദിച്ചിട്ടുള്ളത്, അവേഴ്സ് ആണ്. ഓക്കെ, അപ്പോ നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുള്ളത് എടുത്ത് എഴുതാം. ജ്യോതി ക്യാൻ ഡു 3/4 ഓഫ് എ ജോബ്. 3 ജോലി ചെയ്യാൻ 12 മണിക്കൂർ എടുക്കുന്നു എന്നാണ്. നോക്കാം, ജ്യോതിക്ക് ഒരു ജോലിയുടെ 3/4 ഭാഗം ചെയ്യാൻ 12 മണിക്കൂർ ആകും എന്നാണ് സുഹൃത്തുക്കളെ പറയുന്നത്. ഓക്കെ, ഒരു ജോലി 4 ഭാഗമുണ്ട് എന്ന് കരുതിക്കോളൂ. നമ്മൾ പറയുന്നത് ഒരു രീതിയിലാണെങ്കിൽ ഒരു തോട്ടമാണ്, അതിന് 4ആയിട്ട് വേലി കെട്ടി തിരിച്ചിരിക്കുകയാണെന്ന് കരുതിക്കോളൂ. ഈ 4 വേലിയിലെ കുറെ മരങ്ങളുണ്ട്, ജ്യോതി അത് വെട്ടുകയാണ്. അതിൽ 3 ഭാഗത്തുള്ള മരങ്ങൾ വെട്ടാൻ ജ്യോതിക്ക് 12 മണിക്കൂർ എടുക്കും എന്നാണ്. അതിൽ നിന്നും ഈ ജോലി പൂർണ്ണമായിട്ടും ജ്യോതിക്ക് ചെയ്തു തീർക്കാൻ എത്ര അവേഴ്സ് എടുക്കുമെന്ന് നമുക്ക് കണ്ടെത്തിക്കൂടെ? നോക്കാം. 3 ഭാഗം 12 മണിക്കൂറാണെങ്കിൽ ഒരു ഭാഗത്തിലെ മരം വെട്ടാൻ ജ്യോതിക്ക് എത്ര അവേഴ്സ് എടുക്കും? 12/3 4 അവേഴ്സ് ആയിരിക്കും അല്ലേ? 3 ഭാഗം 12 അവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 12/3 4 അവേഴ്സ്. ഒരു ഭാഗം 4 അവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നോക്കൂ, 2 ഭാഗം 4, 3 ഭാഗമാകുമ്പോൾ 12. ടോട്ടൽ 4 ഭാഗമാണ് ഉള്ളത്. അത് 4ഉം കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 4ാമത്തെ ഭാഗം വരുമ്പോഴും വീണ്ടും ഒരു 4 അവേഴ്സ് അല്ലേ? അങ്ങനെ ടോട്ടല് 4 ഭാഗമാകുമ്പോൾ 4, 8, 12, 16 ടോട്ടല് 16 അവേഴ്സില് ജ്യോതി ഈ പണി പൂർത്തിയാക്കും. ഓക്കെ, ഇനി എന്താ പറയുന്നേ? മാല ഈസ് ട്വൈസ് ആസ് എഫിഷ്യന്റ് ആസ് ജ്യോതി. മാലയും ജ്യോതിയും കൂടി ഈ ജോലി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മാല ജ്യോതിയെക്കാളും ട്വൈസ് എഫിഷ്യന്റ് ആയിരിക്കും. അതായത് ജ്യോതി 1 മടങ്ങാണെന്നുണ്ടെങ്കിൽ മാല 2 മടങ്ങ് ജ്യോതി ഈ ജോലി ചെയ്യും എന്നാണ്. ഓക്കെ, അത് 1 ഡേയിലാണെങ്കിലും 1 അവറിലാണെങ്കിലും അവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ 2:1 തന്നെ ആയിരിക്കും. തുല്യ സമയത്ത് അവർ ജോലി ചെയ്യുമ്പോഴുള്ള റേഷ്യോയാണ്. ഓക്കെ, അപ്പോ ഇവിടെ ക്വസ്റ്റ്യൻ അവേഴ്സിലാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് 1 അവറില് ജ്യോതിയും മാലയും വർക്ക് ചെയ്യുമ്പോഴുള്ള എഫിഷ്യൻസിയും ഇത് തന്നെ ആവില്ലേ? 1 അവർ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മാല 2, ജ്യോതി 1 എന്ന
രീതിയിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. അതായത് ജ്യോതി ഒരു മരം വെട്ടുകയാണെന്നുണ്ടെങ്കിൽ മാല 2 മരം വെട്ടും. ഇതിൽ നിന്ന് നമുക്ക് ടോട്ടൽ എത്ര മരങ്ങളുണ്ട് എന്ന് കണ്ടെത്തിക്കൂടെ? ജ്യോതി 16 അവേഴ്സിലാണ് ഈ ജോലി ഫിനിഷ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടെത്തി. ഓക്കെ, ജ്യോതി 16 അവേഴ്സിലാണ് ഈ ജോലി ഫിനിഷ് ചെയ്യുന്നത്. ജ്യോതി 1 അവറിൽ 1 മരമാണ് വെട്ടുന്നത് എങ്കിൽ ഈ 16 അവേഴ്സിൽ ജ്യോതി എത്ര മരമായിരിക്കും വെട്ടുന്നത്? 16 × 1 16 അല്ലേ? അപ്പോ ടോട്ടല് 16 മരങ്ങൾ ഉണ്ട് എന്ന് എടുക്കാം. ഈ 16 മരങ്ങള് മാലയ്ക്ക് വെട്ടാനായിട്ട് എത്ര അവേഴ്സ് ആവുമെന്നാണ് നോക്കാം. മാല 1 അവറിൽ 2 മരമാണ് വെട്ടുന്നത്. അപ്പൊ ടോട്ടൽ 16 മരങ്ങൾ വെട്ടാൻ 16 / 2 8. ഓക്കെ, അപ്പോ 8 അവറിൽ ഇത്രയും മരങ്ങൾ മാല വെട്ടി ഫിനിഷ് ചെയ്യും. മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A is twice as fast as B. B is twice as fast as C in doing a work. If all of them, A, B and C, can finish the work in 7 days, then how many days C finish it alone? ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, ആദ്യം തന്നെ പറയുന്നത് എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി ആണ്. എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസിയുടെ റേഷ്യോ ആണ് ആദ്യം പറയുന്നത്. എന്താന്ന് വെച്ചാൽ എ ഈസ് ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ് ബി. എയും ബിയും കൂടി ഒരു ജോലി ചെയ്യുമ്പോൾ എ ബിയെക്കാളും 2 ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യുന്നു. അതായത് ഒരേ സമയം അവർ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബി ഒരു ജോലി ചെയ്യുന്ന സമയത്തിൽ എ 2 ജോലി ചെയ്യും എന്നാണ്. ഓക്കെ, അടുത്തത് ബി ഈസ് ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ് സി ഇൻ ഡൂയിങ് എ വർക്ക്. അതേ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ബിയുടെയും സിയുടെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ ബി സിയെക്കാളും ട്വൈസ് ഫാസ്റ്റ് എന്നാണ്. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ തുല്യ സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ ബി സിയെക്കാളും 2 ഇരട്ടി ജോലി അധികമായിട്ട് ചെയ്യും. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇഫ് ആൾ ഓഫ് ദം എ ബി ആൻഡ് സി ക്യാൻ ഫിനിഷ് ദ വർക്ക് ഇൻ 7 days. ഇവർ 3 പേരും ചേർന്ന് ഒരുമിച്ച് ജോലി ചെയ്താൽ ഇവർ ആ ജോലി 7 ദിവസത്തിൽ പൂർത്തിയാക്കും. നമ്മൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ തോട്ടത്തിലെ മരങ്ങൾ വെട്ടുന്ന പണിയാണ് എങ്കിൽ എയും ബിയും സിയും കൂടെ ചേർന്ന് ആ തോട്ടത്തിലോട്ട് ഇറക്കി വിട്ടാൽ അവർ 7 ദിവസം കൊണ്ട് ആ മരങ്ങൾ മുഴുവൻ വെട്ടി ആ തോട്ടം വെടിപ്പാക്കും എന്നാണ്. Then how many days C finish it alone? എങ്കിൽ അത്രയും മരങ്ങൾ സിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നാണ്. നമുക്ക് ഇതിൽ ആദ്യം ചെയ്യേണ്ടത് എഫിഷ്യൻസിയുടെ റേഷ്യോ 2 ആയിട്ടാണ് തന്നിട്ടുള്ളത്. എയുടെയും ബിയുടെയും ഒരു ജോലി ചെയ്യുമ്പോഴുള്ള എഫിഷ്യൻസിയും പിന്നെ അതേ ജോലി ചെയ്യുമ്പോഴുള്ള ബിയുടെയും സിയുടെയും എഫിഷ്യൻസിയാണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്നും നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും റേഷ്യോ കണ്ടെത്താം ഫ്രണ്ട്സ്. അതിലേക്കായി ഈ ഇവിടെ ഒഴിഞ്ഞെടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ഈ തൊട്ടടുത്ത നമ്പർ എടുത്ത് ആദ്യം എഴുതുക 1. ഇനി എവിടെയാ ഒഴിവുള്ളത്? താഴെ ഇവിടെ. അതിന്റെ തൊട്ടടുത്തുള്ള നമ്പർ ഏതാ? ഈ 2 എഴുതുക. ഓക്കെ, ഇനി ഇതിൽ നിന്നും എയുടെയും ബിയുടെയും സിയുടെയും റേഷ്യോ കണ്ടെത്താൻ 2 × 2 4, 1 × 2 2, 1 × 1 1. അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും റേഷ്യോ 4:2:1 ആണ് എന്ന് നമ്മൾ ഇതിൽ നിന്നും കണ്ടെത്തി. നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റേഷ്യോ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ നോക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. ഇവിടെ ഡേയ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സി എത്ര ദിവസത്തിൽ ഈ ജോലി ഫിനിഷ് ചെയ്യും എന്നാണ്. അപ്പോ ഇവരുടെ റേഷ്യോ 1 ദിവസവും ഇത് തന്നെ ആയിരിക്കും എങ്കിൽ എയും ബിയും സിയും 1 day വർക്ക് ചെയ്യുമ്പോഴുള്ള റേഷ്യോയും ഇത് തന്നെ ആയിരിക്കില്ലേ? ഓക്കെ, എ 4 മരം വെട്ടുകയാണെന്നുണ്ടെങ്കിൽ ബി 2 മരം വെട്ടും, സി 1 മരം വെട്ടും. ഇതിൽ നിന്നും നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടെത്തിക്കൂടെ? അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറയുന്നു എയും ബിയും സിയും കൂടെ ചേർന്ന് 7 ദിവസം കൊണ്ട് ഈ ജോലി ഫിനിഷ് ചെയ്യാൻ കഴിയുമെന്ന്. എയും ബിയും സിയും കൂടി ചേർന്നാൽ 1 ദിവസം എത്ര വർക്കായിരിക്കും സുഹൃത്തുക്കളെ ചെയ്യുന്നത്? 4 + 2 + 1 7 ആണ്. അങ്ങനെ അവർക്ക് 7 ദിവസം കൊണ്ട് തീർക്കാനുള്ള വർക്ക് ഉണ്ട് എന്നാണ്. അപ്പൊ 7 days അവർ എത്ര വർക്കായിരിക്കും ചെയ്യുന്നത്? 7 × 7 49. 49 മരങ്ങളുണ്ട് എന്നെടുക്കാം നമ്മൾ പറയുന്ന രീതിയിൽ. അപ്പോൾ ടോട്ടല് 49 മരങ്ങളുണ്ട് എങ്കിൽ
സിക്ക് എത്ര ദിവസമാവും ഈ 49 മരങ്ങളും വെട്ടാൻ? സി ഒരു ദിവസം ഒരു മരമാണ് വെട്ടുന്നതെങ്കിൽ 49 മരവും വെട്ടാൻ സിക്ക് 49 ഡിവൈഡഡ് ബൈ 1 49. ഓക്കെ, സിമ്പിൾ ആണ്, മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A does half much as work as B does in 1/6 of the time. If together they take 10 days to complete a work, how much time shall B alone take to do it? Okay, ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ A does half much as work as B does in 1/6 of the time എന്നാണ് ആദ്യം പറയുന്നത്. എന്തെന്ന് വെച്ചാൽ എയും ബിയും കൂടി ഒരു ജോലി ചെയ്യുന്നു. ഓക്കെ, അപ്പോ എക്ക് ബി ചെയ്യുന്നതിന്റെ പകുതി വർക്ക് എ ചെയ്യും. എ ബി ചെയ്യുന്നതിന്റെ പകുതി വർക്ക് ചെയ്യും. എങ്ങനെ? ബി ചെയ്യുന്നതിന്റെ 1/6 സമയത്തിൽ. സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ചെയ്യുന്നതിന്റെ 1/6 സമയത്തിലാണ്. ഓക്കെ, 1/6. ബി 6 മണിക്കൂർ വർക്ക് ചെയ്താൽ എ അതില് 1 മണിക്കൂർ കൊണ്ട് തന്നെ ബി ചെയ്യുന്ന ജോലിയുടെ പകുതി ചെയ്യും. ബി 60 ദിവസം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ 1/6 10 10 ദിവസം കൊണ്ട് എ ബി ചെയ്യുന്നതിന്റെ പകുതി വർക്ക് ചെയ്യും എന്നാണ് 60:1 റേഷ്യോ. ഓക്കെ, എങ്കിൽ എയും ബിയും കൂടി ചേർന്ന് ആ ജോലി 10 ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്യും എന്നാണ്. എങ്കിൽ ആ ജോലി ബിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നു എന്നാണ്. എങ്കിൽ നമുക്ക് ഇതിൽ ആദ്യം ചെയ്യേണ്ടത് എയുടെയും ബിയുടെയും എഫിഷ്യൻസി ഇതിൽ നിന്നും കണ്ടെത്തിക്കൂടെ? എഫിഷ്യൻസി കണ്ടെത്താൻ ആദ്യമേ പറഞ്ഞു, എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും തുല്യ സമയത്ത് ജോലി ചെയ്യുമ്പോഴുള്ള അവരുടെ കഴിവാണ്. ഇവിടെ തുല്യ സമയമാണോ? അല്ല. ബി ചെയ്യുന്നതിന്റെ 1/6 സമയത്തിൽ എ അതിന്റെ പകുതി ചെയ്യും എന്നാണ്. നമുക്കിതിനെ അവേഴ്സിലോട്ട് എടുക്കാം. ബി 6 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ 1/6 1 അവർ. അത്രയും സമയത്തിലാണ് ബി ചെയ്യുന്നതിന്റെ പകുതി ജോലി എ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സമയം തുല്യമാക്കി കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും എഫിഷ്യൻസി ഇതിൽ നിന്നും കിട്ടത്തില്ലേ? അതിന് എളുപ്പം എന്താ? ഇവിടെ ഈ 1നെയും കൂടെ 6 ആക്കിയാൽ പോരെ. 1നെ 6 ആക്കാൻ എന്താ ചെയ്യണ്ടേ? 1 × 6 കൊടുക്കാം, 6 ആവുമല്ലോ. ഇവിടെ ആവും, അപ്പൊ 6 അവർ ആവും. അപ്പോ 1 6 ആവുമ്പോ 1 അവറിൽ എ ഒരു ജോലിയാണ് ചെയ്യുന്നത്. അപ്പൊ ടൈമിനെ 6 മടങ്ങ് കൂട്ടുമ്പോൾ ജോലിയും 6 മടങ്ങ് കൂട്ടും. 1 × 6 ഇവിടെയും 6 ആവും. 2 ഇവിടെ എഴുതുക, 6:2. 6 മണിക്കൂർ ചെയ്തപ്പോഴത്തേക്കും എയുടെയും ബിയുടെയും വർക്കിംഗ് റേഷ്യോ 6:2 എന്നാണ്. ഓക്കെ, നമ്മൾ ഇതിൽ നിന്നും എയുടെയും ബിയുടെയും എഫിഷ്യൻസി 6:2 എന്ന് കണ്ടെത്തി. നമുക്കിതിന്റെ ഏറ്റവും ചെറിയ റേഷ്യോയിലോട്ട് കൊണ്ടുവരാം. വീണ്ടും ഇതിനെ വെട്ടി ചുരുക്കാൻ പറ്റുമല്ലോ. 2 വെച്ച് വെട്ടുമ്പോഴത്തേക്കും 3:1 എന്നാവും. നമ്മൾ എയുടെയും ബിയുടെയും എഫിഷ്യൻസി കണ്ടെത്തി സുഹൃത്തുക്കളെ. അത് 3:1 ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഓക്കെ 6 മണിക്കൂറുള്ള കാര്യമാണെങ്കിലും 6 മണിക്കൂറിൽ അവർ ഒരേ സമയത്ത് ജോലി ചെയ്ത കാര്യമാണെങ്കിലും ഒരു ദിവസത്തെ ആണെന്നുണ്ടെങ്കിലും 1 അവറിലെ ആണെന്നുണ്ടെങ്കിലും ഇനി 1 വർഷത്തെ ആണെന്നുണ്ടെങ്കിലും അവർ ജോലി ചെയ്യുന്ന റേഷ്യോ, എഫിഷ്യൻസിയുടെ റേഷ്യോയുടെ നിരക്ക് സെയിം തന്നെ ആയിരിക്കും. എങ്കിൽ നമ്മൾ 6 അവറിൽ 3:1 എന്നെടുത്തത് 1 ഡേയിലും അത് തന്നെ ആയിരിക്കത്തില്ലേ? ഓക്കെ, എങ്കിൽ നമുക്ക് എയുടെയും ബിയുടെയും 1 ഡേയിലെ എഫിഷ്യൻസിയും ജോലി ചെയ്യുന്ന എഫിഷ്യൻസിയും ഈ 3:1 എന്ന് എഴുതിക്കൂടെ? നമ്മള് പറയുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ എ 3 മരവും ബി 1 മരവും ഒരു ദിവസം വെട്ടുന്നു എന്നെടുക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? എയും ബിയും കൂടെ ചേർന്ന് ആ ജോലി 10 ഡേയ്സില് ഫിനിഷ് ചെയ്യും എന്നല്ലേ പറയുന്നത്. 10 ദിവസം എയും ബിയും കൂടെ ചേർന്ന് എത്ര മരമായിരിക്കും അപ്പൊ വെട്ടുന്നത്? എയും ബിയും കൂടെ ചേർന്നാൽ ഒരു ദിവസം 3+1 4 മരങ്ങളായിരിക്കും വെട്ടുന്നത്. അങ്ങനെ 10 ഡേയ്സില് 10 × 4 40 മരങ്ങൾ, അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് 40 അവിടെ ഉണ്ടാകും. ഓക്കെ, ഈ 40 മരങ്ങൾ ബിക്ക് ഒറ്റയ്ക്ക് വെട്ടാൻ എത്ര ഡേയ്സ് എടുക്കുമെന്നാണ്? 40 ഡിവൈഡഡ് ബൈ 1 40 ഡേയ്സ്.
മനസ്സിലായേ? ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതേ മോഡലില് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A does half as much work as B does in 3/4 of the time. If together they take 18 days to complete a work, how much time shall B take to do it alone? ഒന്നുമില്ല, ഇവിടെയും പറയുന്നത് എയും ബിയും ആണ് ഇവിടെയും ജോലി ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് എന്താ? A does half as much work as B does in 3/4 of the time എന്നാണ്. എ ഒരു ജോലിയുടെ ഒരു ജോലി എയും ബിയും കൂടെ ചെയ്യുമ്പോൾ ബി ചെയ്യുന്നതിന്റെ പകുതി ജോലി എ ചെയ്യുന്നു. ബി 2 ജോലിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ എ ഒരു ജോലി ചെയ്യുന്നു. എങ്ങനെ? ബി ചെയ്യുന്നതിന്റെ 4/3 സമയത്തിൽ. ഓക്കെ, ബി 40 ദിവസത്തിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ എ 30 ദിവസത്തില് ബി ചെയ്യുന്നതിന്റെ പകുതി ജോലി ചെയ്യും എന്നാണ്. ബി 4 മണിക്കൂറിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ 3 മണിക്കൂറിൽ ബി ചെയ്യുന്നതിന്റെ പകുതി ജോലി ചെയ്യുമെന്നാണ്. എങ്ങനെയാണെങ്കിലും ടൈമിന്റെ റേഷ്യോ 4/3. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇഫ് ടുഗദർ ദേ ടേക്ക് 18 days ടു കംപ്ലീറ്റ് എ വർക്ക്. അവർ രണ്ടുപേരും ഒരുമിച്ച് ഈ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 18 ദിവസം കൊണ്ട് ഈ ജോലി അവർ പൂർത്തിയാക്കും. ഓക്കെ, ഹൗ മച്ച് ടൈം ഷാൾ ബി ടേക്ക് ടു ഡു ഇറ്റ് എലോൺ? എങ്കിൽ ബിക്ക് ഈ ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ എത്ര ഡേയ്സ് ആകും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ മോഡൽ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആദ്യം ചെയ്യേണ്ട എന്താണ്? ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞതുപോലെ തുല്യ സമയത്ത് അവർ ചെയ്യുന്ന ജോലിയുടെ നിരക്കാണ് എഫിഷ്യൻസി. ഇവിടെ ടൈം തുല്യമാണോ? അല്ല, 4/3 എന്നാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പത്തിനായിട്ട് 4 മണിക്കൂറെന്നും 3 മണിക്കൂറെന്നും എടുക്കാം. 4 മണിക്കൂറിലാണെങ്കിലും ബി 2 വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എ 3 മണിക്കൂർ കൊണ്ട് അതിന്റെ പകുതി ഒരു വർക്ക് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. എങ്കിൽ നമുക്ക് ടൈം ഈക്വൽ ആക്കാനായിട്ട് നമുക്ക് ഈ അവേഴ്സിനെ വന്നിട്ട് 24 hours 1 ഡേയിലല്ലേ നമുക്ക് കാണണ്ടേ? എത്ര ദിവസത്തിലാണ് അവര് ബി ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡേയിലോട്ട് കൊണ്ടുവരണം. അതിലേക്ക് എളുപ്പത്തിനായിട്ട് ഇത് 4 hour ആണെന്നുണ്ടെങ്കിൽ 1 ഡേയിലോട്ട് കൊണ്ടുവരാൻ എത്ര? 24 hours കൊണ്ടുവരണം. അതിലേക്കായിട്ട് 4 24 hour ആവാൻ 4 into 6 അല്ലേ 24 അല്ലേ? 6 മടങ്ങ് കൂടണം 24 മണിക്കൂർ ആവാൻ. അപ്പൊ പണിയും 6 മടങ്ങ് കൂടുമല്ലോ സ്വാഭാവികമായിട്ടും. 4 മണിക്കൂറിൽ 2 വർക്കാണ് ചെയ്യുന്നുണ്ടെങ്കിൽ 24 ആവുമ്പോഴത്തേക്കും 6 മടങ്ങാവും. അപ്പൊ ജോലിയും 6 മടങ്ങ്. 2 into 6 മടങ്ങ് 2 into 6 12 ആവും വർക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ടൈം 3 ആണ്. 3 24 hour ആവാൻ 3 into 8 അല്ലേ 24. അപ്പോ ടൈം 8 മടങ്ങ് കൂടുമ്പോ സ്വാഭാവികമായിട്ടും വർക്കും 1 ആണ്. 3 hour ഒരു വർക്കാണ് ചെയ്യുന്നത്. അപ്പോ 8 മടങ്ങ് കൂടും, വർക്കും 8 ആവും. 24 hours രണ്ടും മാറ്റിയപ്പോൾ അതിൽ നിന്നും അവരുടെ വർക്കിന്റെ റേഷ്യോ 8:12 ഇങ്ങോട്ട് എഴുതാം. അപ്പോ വർക്കിന്റെ എഫിഷ്യൻസി എയുടെയും ബിയുടെയും 8:12 ആണ്. ഓക്കെ, ഇതിന്റെ ഏറ്റവും ചെറിയ റേഷ്യോയിലോട്ട് നമുക്ക് കൊണ്ടുവരാം. അതിന് കോമൺ ആയിട്ട് വെട്ടാൻ പറ്റുന്ന 4 വെച്ച് പോകുമല്ലോ. 4 വെച്ച് 8നെ വെട്ടുമ്പോൾ 2ഉം 12നെ വെട്ടുമ്പോൾ 3യുമാണ്. 2:3. ഇനി ചുരുക്കാൻ പറ്റില്ലേ? ഇപ്പൊ 2:3 ആണ് ഇതിന്റെ അടിസ്ഥാന റേഷ്യോ. അപ്പോ നമുക്കിതിന്റെ എഫിഷ്യൻസി കിട്ടി 2:3. 1 ഡേയിലെ എഫിഷ്യൻസി 1 ഡേ ആണെങ്കിലും 1 hour ആണെങ്കിലും 1 year ആണെങ്കിലും ഒക്കെ അവർ ഒരേ സമയം വർക്ക് ചെയ്യുമ്പോഴുള്ള അവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ ഇത് തന്നെ ആയിരിക്കും. അപ്പോ ഡേയ്സിനെ കുറിച്ചിട്ടുള്ള കണക്കായതുകൊണ്ട് നമുക്ക് 1 ഡേയിൽ ഓക്കെ 1 ഡേയിൽ അവർ വർക്ക് ചെയ്യുന്നത് ഇതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും 2:3. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? എയും ബിയും കൂടെ ചേർന്ന് ഒരുമിച്ചാൽ അവർ ഈ ജോലി 18 ദിവസത്തിൽ ചെയ്തു തീർക്കുമെന്നാണ്. നമ്മൾ സാധാരണ പറയുന്നത് പോലെ എ ഒരു ദിവസം 2 മരവും ബി ഒരു ദിവസം 3 മരവുമാണ് വെട്ടുന്നതെന്ന് വെച്ചോളൂ. എങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് 2 + 3 5 ആയിരിക്കും. ഓക്കെ,
അവർ രണ്ടുപേരും കൂടെ ചേർന്ന് 18 ദിവസം ചെയ്യാനുള്ള ജോലി ഇവിടെ ഉണ്ട് എന്നാണ്. ഒരു ദിവസം 5 മരം വെച്ചിട്ട് 18 ദിവസമാകുമ്പോ 18 × 5 90 ആയിരിക്കില്ലേ? അപ്പൊ ടോട്ടല് 90 വർക്ക് ഉണ്ട് എന്നാണ് അല്ലേ? ഈ 90 വർക്ക് ടോട്ടല് 90 മരങ്ങൾ ഉണ്ട് എന്നാണ്. ഈ 90 മരങ്ങൾ ബിക്ക് ഒറ്റയ്ക്ക് വെട്ടാനായിട്ട് എത്ര ദിവസം ആവുമെന്ന് ചോദിച്ചാൽ 90 ഡിവൈഡഡ് ബൈ 3 30 ഡേയ്സ്. 30 ഡേയ്സില് ബി ഈ പണി പൂർത്തിയാക്കും. മനസ്സിലായേ? സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പോ ഈ വീഡിയോയുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഇനി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ മോഡലുകൾ മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കൂ. ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ കമന്റ് ചെയ്യൂ. ഓക്കെ. അപ്പോൾ ടൈം ആൻഡ് വർക്കിന്റെ ഭാഗത്തു നിന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്താൻ ബെൽ ഐക്കണിൽ ക്ലിക്കും ചെയ്യൂ.